എന്തായിരുന്നു കണ്ടന്റ്? കാണിച്ചു തരാം. ഓ, അപ്പൊ കൊണ്ടുവന്നിട്ടുണ്ടോ? അതിന് വലിയ ഭാരമൊന്നും ഇല്ലല്ലോ. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര വൈറലായി നിൽക്കുന്ന ഒരു സെലിബ്രിറ്റിയാണ് എന്റെ കൂടെ ഉള്ളത്, ആമി അശോകൻ. ഗ്രാമം പോലുള്ള ഏരിയ നിന്നാണല്ലോ വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് വീഡിയോസ് ഒക്കെ വരുമ്പോഴേക്കും ആളുകൾക്കൊക്കെ അയ്യോ ഈ കുട്ടി എന്താ ഇങ്ങനെ, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഡ്രസ്സിങ് തോന്നിയിട്ടുണ്ടാവും. ഓ, അങ്ങനെയൊന്നുമില്ല. വല്ലപ്പോഴും സമയം കിട്ടുമ്പോ മാത്രം. പിന്നെ എന്നാന്നറിയത്തില്ല, കർത്താവിന്റെ കൃപ കൊണ്ട് എനിക്ക് എപ്പോഴും സമയം കിട്ടും. ഒരു ചെറിയ തീയിട്ട് കൊടുത്താൽ മതി, കാട്ടുതീയാക്കുന്ന കാര്യം നാട്ടുകാർ പോഴന്മാര്. സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ആക്റ്റീവായി നിൽക്കുമ്പോഴേക്കും ഒരുപാട് പ്രപ്പോസൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവല്ലോ. ബ്രേക്കപ്പിന്റെ ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴേ പിന്നീട് വരെ അവസരം കിട്ടിയില്ല. ആമി തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നെന്നുണ്ടെങ്കിലും എന്താ അതിനകത്ത് അടിയിൽ വരുന്ന കമന്റ്സും കാര്യങ്ങളൊക്കെ വളരെ മോശമായിരുന്നു. ഇങ്ങനെയൊക്കെ കുറെ കേൾക്കേണ്ട വന്നിട്ടില്ലേ? ഒരു കാര്യം വെച്ച് കഴിഞ്ഞാല് എനിക്ക് ചെസ്റ്റ് സൈസ് കൂടുതലാണ്. സത്യം. സ്പർശനേ പാപം ദർശനേ പുണ്യം എന്ന് സംസ്കൃതത്തിൽ വായിച്ചിട്ട് അത്ര പോരം തോന്നുന്നു. അത് നീ എപ്പോഴും മുഖത്തേക്ക് നോക്കിയേ. അത് പരമ്പരയായിട്ട് കിട്ടിയതാന്ന് തോന്നുന്നു, അല്ലെങ്കിൽ എനിക്ക് തടി വെച്ചപ്പോഴാണ് ഇങ്ങനെ ആയത്. ഒരുപാട് വലുതായാലും പാടാന്നേ, എടുത്ത് പെരുമാറണ്ടല്ലേ. ഇതൊക്കെ വലിപ്പവും പാകവും നോക്കി എടുക്കാൻ പറ്റും. ഇതിന്റെ ഒരു വിത്ത് കിട്ടോ? ഞങ്ങളുടെ ഈ സൈസ് ഇല്ല. ഒന്നും പറയാനില്ല. വേറെ രീതിയിൽ പറഞ്ഞ ആൾക്കാരുണ്ട്. ഇപ്പൊ റിലേഷൻഷിപ്പിലായോണ്ടാണ്, എന്ത് മണ്ടത്തരാന്ന് എനിക്കറിയില്ല, റിലേഷൻഷിപ്പിലായാല് ഇത് കൂടുന്നൊക്കെ. കടച്ചിലല്ല, കൈപ്പണിയാ, കൈപ്പണി. ഇപ്പോഴത്തെ പിള്ളേർ കൊള്ളാം. എന്താ കളി? അയ്യോ അയ്യോ. ഇപ്പൊ ഡാൻസ് കളിക്കുമ്പോ ആയാലും അത് ആടുന്നുണ്ടല്ലോ, അനങ്ങുന്നുണ്ടല്ലോ. ആട്ടോണ്ട് കൂടുതൽ ചിരിപ്പിക്കരുത്. ഞാൻ കൂളായിട്ട് ആ സൂപ്പർ ഗ്ലൂ വെച്ചിട്ടൊന്നും ഒട്ടിച്ചു വെക്കാൻ പറ്റില്ല എനിക്ക്. ഇടാൻ പറ്റുന്ന പ്രായം ഇടാൻ പറ്റുള്ളൂ. അതിന്റെ മുകളിൽ 2-3 ഇട്ടിട്ട് എനിക്ക് ചുറ്റി വെക്കാനൊന്നും പറ്റൂലല്ലോ. അത് അനങ്ങും ചേട്ടാ, അത് ബോഡി പാർട്ടാണ്, അനങ്ങും. അങ്ങനെ കുറെ കമന്റ്സ് വരാം. ഈ ഇളങ്കാറ്റിൽ എങ്ങനെയാടാ തേങ്ങാക്കൊലകൾ ആടണം? വളർത്തോഷം ഇവന്മാരെയല്ല, ഇവന്മാരെയൊക്കെ തീറ്റി പോരുന്ന ഇവന്മാരെ തന്തേനെ ആദ്യം തരണം. അമ്മമാരിടുന്ന പോലത്തെ കമന്റ്സ് ഫേസ്ബുക്ക് തമ്മമാരൊക്കെ ഇപ്പൊ ഇൻസ്റ്റയിൽ ഒന്നും തോന്നുന്നു. കാലത്ത് ഇങ്ങനെയാണെങ്കിൽ ചെറുപ്പകാലത്ത് എന്തായിരുന്നാവോ? ഫേസ്ബുക്കിലോട്ടേന്ന് പറഞ്ഞ നിങ്ങൾ വേറെ എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം. അയ്യോ എന്താണ്ട് മറന്നല്ല. നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.